ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. BJPക്ക് പുതിയ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനം ഉദ്ഘാടനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തി. ഇന്ന് രാവിലെ 11 മണിക്കാണ് സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം. തുടർന്ന് 11:30 പുത്തരിക്കണ്ടം മൈതാനിൽ നടക്കുന്ന വാർഡുതല നേതൃസംഗമം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ 4 റവന്യൂ ജില്ലകളിലെ 36,000 നേതാക്കളാണ് നേതൃസംഗമത്തിലെത്തുന്നതെന്ന് BJP അറിയിച്ചു. മറ്റ് 10 റവന്യൂ ജില്ലകളിലെ 5-അംഗ വാർഡ് സമിതി അംഗങ്ങളും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളും അതാത് പഞ്ചായത്ത് ഏരിയ തലങ്ങളിൽ വെർച്വലായി പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം BJP സംസ്ഥാന നേതൃത്വ യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. 4 മണിയോടെ കണ്ണൂരിലേക്ക് തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഡൽഹിക്ക് മടങ്ങും. വാർത്തകൾ വിശദമായി. BJP പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. 4 ജനറൽ സെക്രട്ടറിമാരെയാണ് പാർട്ടി പുതുതായി പ്രഖ്യാപിച്ചത്. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരാകും. R ശ്രീലേഖ IPS, ഷോൺ ജോർജ് എന്നിവർ വൈസ് പ്രസിഡന്റാകും. ജനറൽ സെക്രട്ടറിയായിരുന്ന P സുധീറും S കൃഷ്ണകുമാറും വൈസ് പ്രസിഡന്റായി. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാധാന്യം പട്ടികയിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ V മുരളീധര പക്ഷത്തെ തഴഞ്ഞുകൊണ്ടുള്ള ഭാരവാഹി പട്ടികയാണ് പുറത്തിറക്കിയെന്ന് ആണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തിന് കീം പ്രവേശനത്തിന് പഴയ ഫോർമിൽ സർക്കാർ നടപടി തുടങ്ങി. വിദ്യാർത്ഥികൾക്ക് 16 വരെ അപേക്ഷിക്കാം. ആദ്യ അലോട്ട്മെന്റ് പട്ടിക 18-ന് പ്രസിദ്ധീകരിക്കും. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി പ്രവേശനമുള്ള അടിസ്ഥാന മാനദണ്ഡമായ കീം പരീക്ഷയുടെ 2020 റാങ്ക് പട്ടിക ഹൈക്കോടതി ഉത്തരവോടെയാണ് അസാധുവായത്. റാങ്ക് പട്ടിക കണക്കാക്കാൻ അവസാന നിമിഷം നടത്തിയ മാറ്റങ്ങൾ നിയമപരമല്ലെന്ന് ആരോപിച്ച് ഒരു കൂട്ടം CBSE വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി നടപടി. കേരള കോൺഗ്രസ് എമ്മിനും ചെയർമാൻ ജോസ് കെ മണിക്കുമെതിരെ വനം മന്ത്രി AK ശശീന്ദ്രൻ വനംവകുപ്പിനുമെതിരെ മന്ത്രിക്കുമെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ മുന്നണി മര്യാദ പാലിക്കണമെന്ന് ശശീന്ദ്രൻ ആവശ്യപ്പെടുന്നത്. പാർട്ടി യോഗത്തിൽ ജോസ് കെ മാണി തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് സംസാരിച്ചെന്ന വാർത്തയാണ് മന്ത്രിയെ പ്രകോപിച്ചത്. സാമുദായിക സംഘടനകളെ ചട്ടുകമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ ദുർവാശിയും ഗുരുതര വീഴ്ചയുമാണ് കേരള എഞ്ചിനീയറിംഗ് പ്രവേശനം അനിശ്ചിതത്തിലാക്കിയെന്ന് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. അതിന്റെ ഫലം അനുഭവിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണെന്നും സർക്കാർ അതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. സർക്കാർ ഇടുന്ന സെറ്റിൽ അഭിനയിക്കുന്ന നടീനടന്മാരാണ് SFIക്കാരെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും SFI നിലപാട് പറയുന്നില്ലെന്നും സർക്കാരിന്റെ അവസാന വർഷത്തിൽ നിലനിൽപ്പിന് വേണ്ടി സമരനാടകം നടത്തുകയാണ് SFI എന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം കുറ്റപ്പെടുത്തി. ദേശീയപാത നിർമ്മാണ നിരോധനത്തിനെതിരെ ഇടുക്കിയിലെ പഞ്ചായത്തുകൾ ഇന്ന് ഹർത്താൽ. വെള്ളത്തൂവൽ, അടിമാലി, പള്ളിവാസൽ പഞ്ചായത്തുകളിലാണ് UDF ഹർത്താലിന് ആഹ്വാനം ചെയ്ത്. അടിമാലി പഞ്ചായത്ത് LDFും ഹർത്താൽ ആചരിക്കും. നേര്യമംഗലം മുതൽ വാളറ വരെ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. സുൽത്താൻ ബത്തേരി സ്വദേശിയ ഹേമേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായി. ഹേമേന്ദ്രനെ കൊലപ്പെടുത്തി എന്ന് കണ്ടെത്തിയ ബീനാച്ചിയിലെ വീട്ടിലും മൃതദേഹം കുഴിച്ചിട്ട ചേരമ്പാടി വനത്തിലുമാണ് നൌഷാദുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. ഹേമേന്ദ്രന്റെ മൃതദേഹം കുഴിച്ചിട്ടുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനോട് നൌഷാദ് വിശദീകരിച്ചു. സംസ്ഥാനത്താകെ സർവകലാശാലകളിൽ VCമാരെ ഉപയോഗിച്ച് കാവ്യവൽക്കരണം ശ്രമമെന്ന് വിമർശനം ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിന് അപരിചിതമായ സാഹചര്യമാണ് ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയിൽ SFI നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് 9 വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ പേര് നൽകിയ പുതുപ്പള്ളിയിൽ ആശുപത്രിയിലെ ഡയാലിസിസ് ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് ഗവർണർ ക്ഷണിച്ചൽ പ്രതികരണവുമായി ചാണ്ടി ഉമ്മൻ MLA. എല്ലാത്തിലും രാഷ്ട്രീയം കാണരുതെന്നും പ്രതികരിച്ച ചാണ്ടി ഉമ്മൻ ഗവർണറുടെ പദവി മാത്രമാണ് താൻ പരിഗണിച്ചതെന്നും അഭിപ്രായപ്പെട്ടു. കേരള സർവകലാശാല SFI സമരത്തിനെതിരെ ഓർത്തഡോക്സ് സഭ നടന്ന സമരമല്ല, കോപ്രായമെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പറഞ്ഞു. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി സ്കൂൾ സമയത്തിൽ സബ്ജനം കൊടുക്കാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. പ്രത്യേക സമൂഹത്തിന്റെ പേര് പറഞ്ഞ് സർക്കാരിനെ വിരട്ടുന്നതും ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് പ്രവാസിയുടെ കോടികൾ വിലമതിക്കുന്ന ഭൂമി തട്ടിയെടുത്തിലെ മുഖ്യകണ്ണിയും കോൺഗ്രസ് ജില്ലാ നേതാവുമായ അനന്തപുരി മണികണ്ഠൻ ഒളിവിൽ ആൾമാറാട്ടം നടത്തി വ്യാജരേഖ ചമച്ച 2 സ്ത്രീകൾ മാത്രമാണ് ഇതുവരെ പിടിയിലായ. കേസിൽ മുഖ്യകണ്ണിയും തെളിഞ്ഞിട്ടും മണികണ്ഠനെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടി എടുത്തിട്ടില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ പുലിപ്പല്ല് മാല പരാതിയിൽ അന്വേഷണം തുടങ്ങി വനവകുപ്പ്. കേസിൽ പരാതിക്കാരന് ഹാജരായ മൊഴി നൽകാൻ പട്ടിക്കാട് റേഞ്ച് ഓഫീസർ നോട്ടീസ് നൽകി. അടുത്ത 20-നാണ് നേരിട്ട് ഹാജരായ തെളിവുകളും രേഖകളും ഹാജരാക്കാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുൽപ്പള്ളി അത്തിക്കോട് കാറിന് തീപിടിച്ച് 4 പേർക്ക് പരിക്ക്. സ്വകാര്യ ആശുപത്രി നഴ്സായ അത്തിക്കോട് പുലക്കാട് സ്വദേശിനി LC മാർട്ടിൻ, മക്കളായ അലീന, ആൽഫൻ, എമി എന്നിവർക്കാണ് പരിക്കേറ്റ. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. 90% പിള്ളേറ്റ് ഇരുവരെയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വയനാട് മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച ഭവന പദ്ധതിക്കായി വാങ്ങിയ ഭൂമി നിയമക്കുരുക്കിൽ. തൃക്കൈപ്പറ്റ വില്ലേജിൽ വാങ്ങിയ ഭൂമിയിൽ ഒരു ഭാഗം തോട്ടഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്മേൽ വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് ഭൂവുടമകളിൽ നിന്ന് വിശദീകരണം തേടി.
ജൂലൈ മാസത്തിൽ തീർത്ഥാടന യാത്രകളുമായി KSRTC കോഴിക്കോട് ബഡ്ജറ്റ് ടൂറിസം സെല്ലാണ് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് യാത്രകൾ സംഘടിപ്പിക്കുന്നത്. ഗുരുവായൂർ, കാടാമ്പുഴ, മൂകാംബിക തുടങ്ങിയ ക്ഷേത്രങ്ങളിലേക്കാണ് ഈ മാസത്തിലെ യാത്രകൾ. കോഴിക്കോട് നിന്ന് 15-കാരിയെ തട്ടിക്കൊണ്ടുപോയ വിൽപ്പന നടത്തിയ കേസിൽ 2ാം പ്രതി പിടിയിൽ. ആസാം ബാർപെട്ട സ്വദേശി ലാൽ ചാൻ ഷേഖാണ് പിടിയിലായത്. 1ാം പ്രതി നസീദുൽ ഷേഖാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിനിയായ 15-കാരിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയത്. കാസർഗോഡ് ബന്ദുർക്കയിലെ കക്കച്ചാൽ സരസ്വതി വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴിച്ച് പാദപൂജ നടത്തിച്ചത് വിവാദത്തിൽ ഭാരതീയ വിദ്യാനികേതന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയത്തിലാണ് സംഭവം ഉണ്ടായത്. വിവാഹം കഴിക്കുന്നതിനായി ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന തടവുകാരന് കേരള ഹൈക്കോടതി പരോൾ അനുവദിച്ചു. ജസ്റ്റിസ് VV കുഞ്ഞികൃഷ്ണനാണ് ഈ അസാധാരണമായ ആനുകൂല്യം നൽകിയത്. തടവുകാരനെ പരിഗണിച്ചായിരുന്നില്ല വിധി, മറിച്ച് തന്റെ പങ്കാളിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചിട്ടും അയാളെ വിവാഹം കഴിക്കാൻ തയ്യാറായ ധീരയും സ്നേഹസമ്പന്നയുമായ പെൺകുട്ടിയെ പരിഗണിച്ചാണ് ഈ ആനുകൂല്യം നൽകിയത്. ശബരിമലയിലെ പുതിയ നവഗ്രഹ ശ്രീകോവിൽ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട ഇന്നലെ തുറന്നു. നാളെ പകൽ 11-നും 12-നും മധ്യയുള്ള കന്നിരാശി മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടക്കുക. പാലക്കാട് കോട്ടായിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ അവകാശം കോൺഗ്രസ് പാർട്ടിക്കാണെന്ന് ആലത്തൂർ മുനിസിപ്പൽ കോടതി വിധി. കഞ്ചാവ് വിൽപ്പന പരാതിയെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 504 ഗ്രാം പഞ്ചാവുമായി യുവാവ് പിടിയിൽ. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ 15 വാർഡിൽ താമസിക്കുന്ന അജിത് കുമാറിനെയാണ് പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരത്തെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യ മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കാരണമെന്ന് അമ്മ. ഇന്നലെ രാവിലെയോടെയാണ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻസ്പെക്ടർ ജെയ്സൺ അലക്സ് ജീവനൊടുക്കിയത്. 6 കോടിയുടെ ബില്ലിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ സമ്മർദ്ദമുണ്ടായെന്ന് അമ്മ പറഞ്ഞു. ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് സാധനങ്ങൾ വാങ്ങിയ ബില്ലിൽ മകൻ ഒപ്പിട്ടിരുന്നില്ല. ബില്ലിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്നും ഒപ്പിട്ടാൽ കുടുങ്ങുമെന്നും മകൻ പറഞ്ഞതായും ജെയ്സന്റെ അമ്മ പറയുന്നു. ടിപ്പർ ലോറിയുടെ ഡംപ് ബോക്സിന് അടിയിൽപ്പെട്ട് യുവാവ് മരിച്ചു. എറണാകുളം നെട്ടൂർ സ്വദേശിനി സുജിൻ ആണ് മരിച്ചത്. മലയാളി തടവുകാരൻ തമിഴ്നാട്ടിലെ ജയിലിൽ മരിച്ചു. രാമനാഥപുരം ജില്ലാ ജയിലിൽ തടവിലായിരുന്ന തിരുവനന്തപുരം സ്വദേശി ബിജു ആണ് മരിച്ചത്. ഇന്നലെ രാത്രി നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് രാമനാഥപുരം സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചാണെന്നാണ് ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം. ചാണ്ടിഘട്ടിൽ പിടികിട്ടാപ്പുള്ളിയായ 22 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. നാഗാലാൻഡ്, ആസം, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലെ മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസമായി സൈന്യം. ഷാർജയിൽ യുവതിയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. മരിച്ച വിഭജിക ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് കുടുംബം. ഭർത്താവായ നിതീഷിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വിഭജികയുടെ മാതാവ് ശൈലജ ഉന്നയിക്കുന്നത്. ആസാമിൽ 22-കാരി നവജാത ശിശുവിനെ വിറ്റു. 50,000 രൂപയ്ക്കാണ് അമ്മ കുട്ടിയെ വിറ്റത് എന്നാണ് റിപ്പോർട്ടുകൾ. ജോലി സമയം 12 മണിക്കൂറായി വർദ്ധിപ്പിക്കാനുള്ള കർണാടക സർക്കാർ നീക്കത്തിന്റെ ബംഗളൂരിൽ IT ജീവനക്കാർ സമരം ശക്തമാക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.